ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കല്യാണ പാർട്ടികളിലൊക്കെ ഞാൻ വിൽക്കുന്ന ചോക്ലേറ്റ് പുഡിങ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പുഡിങ്ങും ഇഷ്ടമാവും. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ചൈന ഗ്രാസ് കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ പാലും ഒന്ന് ചൂടാക്കി എടുക്കണം. പാല് തിളച്ച് പൊങ്ങി വരുന്നത് വരെ ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ പാകത്തിന്. അപ്പോൾ ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കണം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പാൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടാണല്ലോ സെർവ് ചെയ്യുക. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് കണ്ട് നമ്മൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലേവറൊന്നും ഇല്ലാത്ത കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഷുഗർ ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡറും ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡറിൽ നമ്മൾ കോഫി പൗഡറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ചേർക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോഫി പൗഡറും അതുപോലെ വാനില എസൻസും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് വേണം ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർക്കാൻ. ചൈന ഗ്രാസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചൈന ഗ്രാസ് ചേർത്തത്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് ബബിൾസ് ഉണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് എടുത്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ ഈ ബബിൾസ് ഇങ്ങനെ കാണും, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ബബിൾസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പുഡിങ് പകുതി സെറ്റായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് പകുതിയോളം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ്സ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഷുഗർ സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് ഷുഗർ സ്പ്രിങ്കിൾസും ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർണിഷിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ ഗാർണിഷിങ് ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂറെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല പോലെ തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ചോക്ലേറ്റ് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന പുഡിങ് തന്നെയാണ്, കാരണം അവർക്ക് ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയി തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്